മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കണ്ണൂർ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷിന്റെ വീട്ടിലും കോർപ്പറേഷൻ ഓഫീസിലും വിജിലൻസ് റെയ്ഡ്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധന ഇന്ന് ഉച്ചയോടെയാണ് അവസാനിച്ചത്. ഇന്ന് കാലത്ത് കോഴിക്കോട് വിജിലൻസ് സെൽ SP KP അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് ആരംഭിച്ചത്. ഒരേ സമയത്തായിരുന്നു ചാലാട് മുള്ളങ്കണ്ടി പാലത്തിനടുത്ത പി.കെ. രാഗേഷിന്റെ വസതിയിലും കോർപ്പറേഷനിലെ പി.കെ. രാഗേഷിന്റെ ഓഫീസ് ക്യാബിനിലും പരിശോധന നടന്നത്. വീട്ടിൽ നടന്ന റെയ്ഡിൽ നിർണായക രേഖകൾ ലഭിച്ചതായാണ് സൂചന. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായുള്ള കണ്ടെത്തലിനെ തുടർന്നായിരുന്നു പരിശോധന നടന്നത്. കോർപ്പറേഷനിലെ പി.കെ. രാഗേഷിന്റെ ക്യാബിനിൽ കാലത്ത് 7:30 ആരംഭിച്ച പരിശോധന 11 മണിക്കാണ് അവസാനിച്ചത്. പരിശോധന നടത്തിയ വിജിലൻസ് സംഘത്തിന് അനധികൃത സ്വത്ത് സമ്പാദിച്ചതായുള്ള തരത്തിലുള്ള എന്തെങ്കിലും രേഖകൾ കണ്ടെടുക്കാൻ സാധിച്ചില്ലെന്നാണ് അറിയുന്നത്. ഇവിടെ സൂക്ഷിച്ച പ്രധാനപ്പെട്ട ഫയലുകളടക്കം വിജിലൻസ് വിളിച്ചുവരുത്തി പരിശോധിച്ചിട്ടുണ്ട്. ക്യാബിനിൽ നടന്ന പരിശോധനയിൽ 3 വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥനെയും വിളിച്ചുവരുത്തിയിരുന്നു. ചാലാട് വീട്ടിൽ കാലത്ത് 6:30 ആരംഭിച്ച പരിശോധനയിൽ കണ്ടെത്തിയ രേഖകൾ വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തതായാണ് അറിയുന്നത്. വീട്ടിൽ നടന്ന പരിശോധനയ്ക്ക് വിജിലൻസ് സൂപ്രണ്ടിന് പുറമെ DYSP, ഇൻസ്പെക്ടർ, ഗസ്റ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 15ഓളം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കഴിഞ്ഞ 4 വർഷം മുന്നേ വിജിലൻസിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധന. പി.കെ. രാഗേഷിന് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന് കാണിച്ച് കണ്ണൂർ വിജിലൻസിലായിരുന്നു പരാതി. 2 വർഷം മുന്നേ വിജിലൻസ് സംഘം പി.കെ. രാഗേഷിന്റെ വസതിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. വീട്ടിൽ നടന്ന റെയ്ഡിനു പിന്നാലെ ഇന്ന് നടന്ന കോർപ്പറേഷൻ വികസന സെമിനാറിൽ പി.കെ. രാഗേഷ് എത്തി പദ്ധതി രേഖ അവതരിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ.